അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിനെയും നിലവിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തെയും ഒരേ സമയം കടുത്ത പ്രതിരോധത്തിലാക്കിക്കൊണ്ട് സ്വന്തം സൈനികരിൽ നിന്ന് തന്നെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്കൻ സൈനികർക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളും പരിക്കുകളുടെ തീവ്രതയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ബോധപൂർവം കുറച്ചു കാണിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുതിയ ആക്ഷേപം. യുദ്ധമുഖത്ത് ജീവൻ പണയം വെച്ച് പോരാടുന്ന US പടയാളികൾ തന്നെ തങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്തു വന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കുവൈറ്റിലെ തന്ത്രപ്രധാനമായ US സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ വിനാശകരമായ ഡ്രോൺ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ വിവാദം ഉടലെടുക്കുന്നത്. അതീവ മാരകമായ ഈ ഇറാന്റെ ഡ്രോൺ പ്രഹരത്തിൽ നിരവധി അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. എന്നാൽ ഔദ്യോഗിക രേഖകളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും ഈ പരിക്കുകളുടെ തീവ്രത വളരെ കുറച്ചാണ് പെന്റഗൺ കാണിച്ചതെന്നാണ് പരിക്കേറ്റ സൈനികർ ഇപ്പോൾ നേരിട്ട് ആരോപിക്കുന്നത്. തങ്ങളുടെ ഔദ്യോഗിക മെഡിക്കൽ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പരിക്കുകളുടെ യഥാർത്ഥ സ്വഭാവവും തീവ്രതയും സൈനിക നേതൃത്വം പുറത്തുവിട്ട വർഗീകരണവും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്നാണ് സേവനമനുഷ്ഠിക്കുന്ന സൈനികർ വ്യക്തമാക്കുന്നത്. മാരകമായ മുറിവുകളും ആഭ്യന്തര പരിക്കുകളും സംഭവിച്ചിട്ടും അവയെല്ലാം വളരെ നിസ്സാരമായ പരിക്കുകളുടെ ഗണത്തിലാണ് US ആർമി ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തങ്ങളോട് കാട്ടുന്ന വലിയ അനീതിയാണെന്ന് സൈനികർ വാദിക്കുന്നു. ഭരണകൂടത്തിന്റെയും പെന്റഗണിന്റെയും ഈ ഒളിച്ചുകളിക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയ തന്ത്രപരമായ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് പ്രതിസന്ധി പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. യുദ്ധമുഖത്ത് അമേരിക്കൻ സൈനികർക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കുകയോ ജീവഹാനി സംഭവിക്കുകയോ ചെയ്യുന്നത് രാജ്യത്തിനകത്ത് ട്രംപ് ഭരണകൂടത്തിന് വലിയ ജനരോഷം ക്ഷണിച്ചു വരുത്തും. പ്രത്യേകിച്ച് ഇറാന്റെ സൈനിക ശേഷിക്ക് മുന്നിൽ അമേരിക്കൻ പ്രതിരോധം പരാജയപ്പെടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ആഗോളതലത്തിൽ അമേരിക്കയുടെ പ്രതിച്ഛായയെ ബാധിക്കും. ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധം അമേരിക്കൻ മണ്ണിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമാറുന്ന സമയമാണിത്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ പുറത്തു വന്നാൽ യുദ്ധത്തിൽ നിന്നുള്ള പിന്മാറ്റത്തിനായി ജനങ്ങളും പ്രതിപക്ഷവും സമ്മർദ്ദം ശക്തമാക്കും. ഇതൊഴിവാക്കാനും തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ വിജയകരമാണെന്ന് വരുത്തി തീർക്കാനും വേണ്ടിയാണ് പരിക്കുകളുടെ വിവരങ്ങൾ പെന്റഗൺ ബോധപൂർവം മറച്ചുവെക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചു കാണിക്കുന്നത് എന്ന വാദത്തിന് ഈ സൈനികരുടെ വെളിപ്പെടുത്തൽ ശക്തി പകർന്നു. എന്നാൽ സൈനികരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ കടുത്ത ആരോപണങ്ങളെ US ആർമി നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന സൈനികരുടെ പരിക്കുകൾ വർഗീകരിക്കുന്നത് കൃത്യമായ മെഡിക്കൽ മാനദണ്ഡങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ച പ്രോട്ടോകോളുകളും അനുസരിച്ചാണെന്നാണ് സൈന്യത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. അതിൽ യാതൊരുവിധ രാഷ്ട്രീയ ഇടപെടലുകളും തന്ത്രപരമായ തിരുത്തലുകളും നടന്നിട്ടില്ലെന്ന് അവർ വാദിക്കുന്നു. ഒരു സൈനികന്റെയും ജീവത്യാഗത്തെയോ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളെയോ കുറച്ചു കാണിക്കാൻ സൈനിക നേതൃത്വം ആഗ്രഹിക്കുന്നില്ലെന്നും പെന്റഗൺ വക്താക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആർമിയുടെ മെഡിക്കൽ ബോർഡ് നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ തരംതിരിക്കുന്നതെന്നും അതിൽ പക്ഷപാതമില്ലെന്നുമാണ് ഔദ്യോഗിക നിലപാട്. ആർമിയുടെ മെഡിക്കൽ ബോർഡ് നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ തരംതിരിക്കുന്നതെന്നും അതിൽ പക്ഷപാതമില്ലെന്നുമാണ് ഔദ്യോഗിക നിലപാട്. എങ്കിലും സ്വന്തം പടയാളികൾ തങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന അവസ്ഥ പെന്റഗണിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുവൈറ്റിലെ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ച ഡ്രോണുകളുടെ കൃത്യതയും പ്രഹരശേഷിയും അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങൾ മറികടന്ന US താവളത്തിൽ തന്നെ കൃത്യമായി പതിക്കാൻ ഇറാന്റെ ഡ്രോണുകൾക്ക് കഴിഞ്ഞു. ഈ ആക്രമണത്തിന്റെ യഥാർത്ഥ വ്യാപ്തി പുറം ലോകം അറിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സാന്നിധ്യത്തിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തും. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പരിക്കേറ്റ പല സൈനികർക്കും ദീർഘകാല ചികിത്സയും മാനസികമായ പിന്തുണയും ആവശ്യമായ അവസ്ഥയാണുള്ളത്. എന്നാൽ പരിക്കുകൾ നിസ്സാരവൽക്കരിക്കപ്പെടുന്നതിലൂടെ ഇവർക്ക് ലഭിക്കേണ്ട ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും മറ്റ് ഔദ്യോഗിക സഹായങ്ങളും വൈകാനോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ടെന്ന ആശങ്കയും സൈനികർക്കുണ്ട്. തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് പലരും ഔദ്യോഗിക വിലക്കുകൾ ലംഘിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിൽ സത്യം വിളിച്ചു പറയാൻ തയ്യാറായത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത ഇറാൻ നയങ്ങൾക്കെതിരെ അമേരിക്കൻ കോൺഗ്രസിനും വലിയ പ്രതിഷേധങ്ങൾ ഉയരാൻ ഈ സംഭവം കാരണമായേക്കും. പെന്റഗൺ യുദ്ധവസ്തുതകൾ ഒളിച്ചുവെക്കുന്നുവെന്ന ഗുരുതരമായ വിഷയത്തിൽ ട്രംപ് ഭരണകൂടത്തോട് വിശദീകരണം തേടാൻ ഡെമോക്രാറ്റിക് പ്രതിപക്ഷ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയേക്കാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകൾ തങ്ങളുടെ സൈനിക വിജയമായാണ് അവർ കാണുന്നത്. അമേരിക്കൻ സൈന്യത്തിന് തങ്ങളെ ഏൽപ്പിച്ച പ്രഹരം എത്രത്തോളം കടുത്തതായിരുന്നു എന്ന് തെളിയിക്കാൻ അമേരിക്കൻ സൈനികരുടെ തന്നെ വെളിപ്പെടുത്തലുകൾ ഇറാന്റെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇത് മേഖലയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകൾക്ക് അമേരിക്കൻ വിരുദ്ധ നീക്കങ്ങൾ ശക്തമാക്കാൻ കൂടുതൽ ആത്മവിശ്വാസം നൽകും. യുദ്ധകാലത്ത് നാശനഷ്ടങ്ങൾ കുറച്ചു കാണിക്കുന്നത് സൈനികരുടെ ആത്മവിശ്വാസം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു പഴയ തന്ത്രമാണെങ്കിലും വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ അത് പൂർണ്ണമായി ഒളിച്ചുവെക്കുക അസാധ്യമാണ്.
സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡുകളും നിലവിലുള്ളപ്പോൾ ഭരണകൂടങ്ങൾക്ക് വസ്തുതകൾ ദീർഘകാലം മൂടിവെക്കാൻ സാധിക്കില്ല എന്നതിന് ഉദാഹരണമാണ് ഈ സൈനികരുടെ പരസ്യ പ്രതികരണങ്ങൾ. ഈ വിവാദം അമേരിക്കൻ ജനതയ്ക്കിടയിലും വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. സ്വന്തം രാജ്യത്തിനായി ചോര ചിന്തിയ സൈനികരെ ഭരണകൂടം രാഷ്ട്രീയ ലാഭത്തിനായി വഞ്ചിക്കുകയാണെന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ട്രംപിന്റെ വിദേശ നയങ്ങളുടെ പരാജയമായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പരിക്കേറ്റ സൈനികരുടെ യഥാർത്ഥ മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിക്കാൻ സ്വതന്ത്രമായ ഒരു സമിതിയെ നിയോഗിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. സൈന്യത്തിന്റെ ഉള്ളിലെ സുതാര്യത ഉറപ്പാക്കാൻ പെന്റഗൺ കൂടുതൽ സമ്മർദ്ദത്തിലാകും. കുവൈറ്റിലെ ഇറാൻ ഡ്രോൺ ആക്രമണവും അതിനെ തുടർന്നുണ്ടായ നാശനഷ്ട വിവാദങ്ങളും അമേരിക്കൻ നാവിക ഭൗമ യുദ്ധതന്ത്രങ്ങളുടെ ആഭ്യന്തര വിള്ളലുകളാണ് പുറത്തു കൊണ്ടുവരുന്നത്. ശത്രുവിന്റെ ആക്രമണങ്ങളെക്കാൾ സ്വന്തം ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരെ സൈനികർക്ക് പോരാടേണ്ടി വരുന്നു എന്നത് മിഡിൽ ഈസ്റ്റിലെ US സൈനിക നീക്കങ്ങളുടെ വലിയൊരു തിരിച്ചടിയായി അവശേഷിക്കും.